ഇതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 103 എന്ന് പറഞ്ഞാൽ 10 കിലോ ഓം ആണ്. മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനു മുമ്പ് ഞാൻ വേറൊരു ടൈപ്പ് പൊട്ടൻഷ്യോമീറ്റർ കാണിച്ചത്. ഇത് ഒരു 10 കിലോ ഓമിൻ്റെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്. എന്നാൽ പ്രീസെറ്റാണ്, രണ്ടും പ്രീസെറ്റ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അറ്റ് ദ മോസ്റ്റ് നമുക്ക് 180 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റേതാണെങ്കിൽ, അതായത് മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ നമുക്ക് 360 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാം. 360 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു 360 ഡിഗ്രി അല്ല, മൾട്ടിപ്പിൾ 360 ഡിഗ്രി. ഞാനിതിൻ്റെ വാല്യൂ ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം മൾട്ടിമീറ്റർ ഉപയോഗിച്ച്. അപ്പം 2 എൻഡിലായിട്ടാണ് ഞാനിതിൻ്റെ മെഷർ ചെയ്യണത്. 2 എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ പോലെ, അത് 10 കിലോ ഓം ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു എൻഡിലും മറ്റേ പ്രോബ് സെൻറ്റർ പിന്നിലും കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിൻ്റെ 2 പൊട്ടൻഷ്യോമീറ്ററിനെയും പൊളിച്ചിട്ട് ഇതിനകത്ത് എന്തിനാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഈ ചെറിയ ടൈപ്പ് പൊട്ടൻഷ്യോമീറ്ററിനെ പൊളിക്കാം, അതിനുശേഷം മറ്റേ മൾട്ടി ടെന്നിനെ പൊളിക്കാം.
ഓട്ടോമൊബൈലിലും എത്രമാത്രം പ്രിസിഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ സ്പർ ഗിയറിൻ്റെ ടീത്താണ്. സ്പർ ഗിയറിൻ്റെ ടീത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രിസിഷൻ കൂടും, വിലയും കൂടും. ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, പക്ഷേ ആ ഒരു ടെക്നിക്ക് എന്നുണ്ടല്ലോ അതാണ് മാർവലസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.